Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പിതാവായ ദൈവമേ ആരാധന. പിതാവായ ദൈവമേ ആരാധന. പുത്രനായ ദൈവമേ ആരാധന. പുത്രനായ ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഷെക്കേന ശുശ്രൂഷയോട് ചേർന്ന് ഈ സുവിശേഷാഗ്നി കൺവെൻഷനിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ എഴുന്നള്ളി വരാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ഇനി ഈ വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ ദൈവമക്കളോട് ചേർന്ന്, എല്ലാ വിശ്വാസികളോട് ചേർന്ന്, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സാധിക്കുന്നവരെല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാവരും സ്തുതിച്ച്, കിടപ്പ് രോഗികളൊക്കെ സ്തുതിച്ച്, വചനം കേൾക്കുന്നതിന് വേണ്ടി കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. കർത്താവേ ഞങ്ങളെ അവിടുന്ന് തൊടണമേ. യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്റെ ശക്തമായ അഭിഷേകം ഈ ശുശ്രൂഷയുടെ മേൽ ഇറങ്ങി വരണമേ. സുവിശേഷത്തിന്റെ അഗ്നിയാൽ ഓരോ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ ഹൃദയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ നിന്റെ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തി, നിന്റെ വചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, എൻ്റെ പൗരോഹിത്യത്തിന്റെ കൃപകളോട് ചേർന്ന്, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സാധിക്കുന്നവരെല്ലാം രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ഈശോയെ ഒന്ന് ഏറ്റു പറയാനായിട്ട് എല്ലാവരും ശ്രമിച്ച്. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയൊരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ, എല്ലാ രോഗികളുടെ മേൽ, സങ്കടപ്പെട്ട് കഴിയുന്നവരുടെ മേൽ, ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ മേൽ, കോവിഡ് രോഗികളുടെ മേൽ, കർത്താവായ ഈശോയെ അവിടുന്ന് വലതുകര ഉയർത്തിപ്പിടിച്ച് ഷെക്കേന മിനിസ്ട്രിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്തയുടെ ആത്മാവേ, സുവിശേഷത്തിന്റെ അഗ്നി
നീയേ. സുവിശേഷത്തിന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ, ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. എല്ലാ രോഗികളുടെ മേൽ എല്ലാ രോഗികളുടെ മേൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങൾക്ക് വിവേകം നൽകണമേ. ഞങ്ങൾക്ക് വിവേകം നൽകണമേ. രോഗശാന്തി നൽകണമേ. രോഗശാന്തി നൽകണമേ. ഡെലിവറൻസ് നൽകണമേ. ഡെലിവറൻസ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ അത്ഭുതങ്ങള്, അടയാളങ്ങള് ഈ കൺവെൻഷനിലൂടെ ഇവിടെ നടക്കട്ടെ. അന്ധകാരശക്തികളെ, രോഗപീഠകളെ, ദുരാത്മാക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട്ടുപോകട്ടെ. രോഗാണുക്കൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ പറമ്പിന്റെ മേൽ, ഞങ്ങളുടെ കൃഷിയുടെ മേൽ, ഞങ്ങളുടെ വാഹനങ്ങളുടെ മേൽ, ഞങ്ങളുടെ തൊഴിലിന്റെ മേൽ, ഞങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ആത്മാവേ അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രായമായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവരുടെ എല്ലുകളെ ബലപ്പെടുത്തണമേ. അവരുടെ ഞരമ്പുകളെ ശക്തിപ്പെടുത്തണമേ. അവരുടെ തലച്ചോറിനെ ബലപ്പെടുത്തണമേ. യേശുവേ, മരണഭയത്തോടെ കഴിയുന്ന എല്ലാ മക്കളുടെ മേൽ ഈശോയെ അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ അവരുടെ മേൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ബന്ധനം അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. സാത്താൻ കോട്ടകള് തകർക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകത്താൽ ഞങ്ങളെല്ലാം നിറയപ്പെടട്ടെ. ലോകം മുഴുവൻ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗശാന്തിയുടെ ആത്മാവേ, സമാധാനത്തിന്റെ ആത്മാവേ, സന്തോഷത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ വീടിരിക്കുന്ന പറമ്പ്, അതിന്റെ 4 അതിരുകള്, 16 കോണുകള്, അതിനുള്ളിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളെ, പറമ്പുകളെ, ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികൾ വിട്ടുമാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, ദുഷ്ടാരൂപികള്, അസൂയകള്, കണ്ണുവെക്കലുകള് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, തൊഴിൽ മേഖലകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഈശോയെ, എല്ലാ പ്രവാസികളുടെ മേൽ, വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവരെ ഇപ്പോൾ തന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, സാധിക്കുന്നവരൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, അല്ലാത്തവരൊക്കെ നെഞ്ചോട് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ടൊന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവാത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട്, പ്രാവിന്റെ രൂപത്തെ കണ്ടുകൊണ്ട്, തീനാളത്തെ കണ്ടുകൊണ്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തല മുതൽ കാല് വരെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. നിന്നെ ബാധിച്ച രോഗാണുക്കളെല്ലാം വിട്ടുമാറട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. നിന്റെ
നിന്റെ ഭയങ്ങൾ വിട്ടുമാറട്ടെ, നിന്റെ ആകുലതകൾ വിട്ടുമാറട്ടെ, നിന്റെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ലോകം മുഴുവന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറഞ്ഞു കവിയണമേ. ആത്മാവേ, ഒരു തീ അഭിഷേകം കൊടുക്കണേ, കവിഞ്ഞൊഴുകണമേ. ലോകം മുഴുവന്റെ മേല് പരിശുദ്ധാത്മാവേ, ശക്തി, ശക്തി, ശക്തി ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ ആത്മാവ്, സ്വർഗത്തിന്റെ ശക്തി ഷെക്കേന മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരട്ടെ. അത്ഭുതം പ്രവർത്തിക്കട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകത്താൽ നിറയട്ടെ. Libera, 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 Signore. ഈ ലോകത്തെ ബാധിച്ച മാരക രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ. മാലിന്യങ്ങളകറ്റി സകലവിധ തിന്മകള്, അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ. അന്ധതയെല്ലാം നീക്കി എന്റെ ഈശോയേ, എന്റെ ഈശോയേ, മാലിന്യങ്ങളകറ്റി പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. അന്ധതയെല്ലാം നീക്കി കർത്താവേ, രോഗികളായ എല്ലാ മക്കളുടെ മേല് അഗ്നിസ്നാനം നൽകാം. കർത്താവേ, തളർവാദത്താൽ വേദനിക്കുന്ന എല്ലാ മക്കളുടെ മേല് കൃപ നീ ചൊരിയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിളിച്ചോ മക്കളെ, റുഹാനെ വിളിച്ചോ. പുതിയൊരു അഭിഷേകം, പുത്തൻ അഭിഷേകം. ഇറങ്ങി വരട്ടെ, നിന്റെ ഞരമ്പിനെ ബലപ്പെടുത്തട്ടെ. സാധിക്കുന്നവരെന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്കൊന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ അടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനം ആലപിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മക്കളെ. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. Power, 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 power. Glory, glory, glory. അത്ഭുത ശക്തി ഈശോ, അത്ഭുത പവർ ഈശോ. Power, power, power. ഈശോയേ, കർത്താവേ, എഴുന്നള്ളി വരണമേ ഈശോയേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഓരോ കുടുംബത്തിന്റെ മേൽ നിറഞ്ഞു കവിയണമേ, ശക്തി ലഭിക്കട്ടെ, കവിഞ്ഞൊഴുകണമേ. ആഗ്രഹിച്ച് പാടിക്കുക മക്കളെ, ആഗ്രഹിച്ച് പാടിക്കുക. എല്ലാവരും സാധിക്കുന്ന തരത്തിൽ എല്ലാവരും ഭവനങ്ങളിൽ ഇരുന്ന് പാടാനായിട്ട് പരിശ്രമിച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മനെ കണ്ടുകൊണ്ട്
ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ പരിശുദ്ധാത്മാവേ വരദാനങ്ങളുമാ ഭാവ ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ അഭിഷേകം ലഭിക്കട്ടെ. ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ മാലിന്യങ്ങളകറ്റി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്ധതയെല്ലാം നീക്കി ദുഷ്ടാരൂപികൾ ബഹിഷ്കരിക്കുന്നു. സ്നാനം നൽകാൻ യേശുവേ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് വിളിച്ച് ഞങ്ങളിൽ നിറയണമേ. നിറയട്ടെ എല്ലാവരുടെ മേൽ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയട്ടെ മക്കളെ. ഞങ്ങളിൽ നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ യേശുവേ ഞങ്ങളിൽ നിറയണമേ. യേശുവേ നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കരങ്ങളൊക്കെ അടിച്ച മക്കളെ എല്ലാവരും കരങ്ങളടിച്ച് ഈശോനെ മഹത്വപ്പെടുത്തിക്ക്. പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് പാടിക്ക്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് രോഗികളുടെ മേൽ എഴുന്നള്ളി വരുന്നു. വിദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. പെന്തക്കോസ്തയുടെ ആത്മാവ് ഇറങ്ങി വരുന്നു. പത്രോസിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഏലീശായെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ആദിമ കത്തോലിക്ക സഭയെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, പ്രതീക്ഷ ലഭിക്കട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയേ. സഹിയോൻ ശാല തന്നിൽ പറന്നിറങ്ങിയപ്പോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ധരിക്കാം. സഹനം നിറയും ധരയിൽ ധീരതയോടെ ധരിക്കാം. കുടുംബങ്ങളുടെ മേൽ അഗ്നിസ്നാനം സ്നാനം കൊണ്ട് നിറയട്ടെ. ആഗതനാകണമേ. അഗ്നിസ്നാനം നൽകാം. ആഗതനാകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാം കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ മക്കളുടെ മേൽ, എല്ലാ വിദ്യാർത്ഥികളുടെ മേൽ, എല്ലാ യുവജനങ്ങളുടെ മേൽ, എല്ലാ രോഗികളുടെ മേൽ, ഞങ്ങളുടെ ഭരണാധികാരികളുടെ മേൽ, ഞങ്ങളുടെ ഡോക്ടർമാരുടെ മേൽ, ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ പാടിക്ക് മക്കളെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടിക്ക്. ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ടെലിവിഷൻ മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ ദൈവാത്മാവിന്റെ വലിയൊരു അഭിഷേകം ലഭിക്കട്ടെ. ഇപ്പോൾ തന്നെ അനേക പേരുടെ മേൽ
പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് അനേകരെ ബാധിച്ചിരിക്കുന്ന ഭയത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ തന്നെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. എല്ലാ മക്കളുടെ മേൽ, എല്ലാ വിദ്യാർത്ഥികളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ഡെലിവറൻസ് നൽകട്ടെ. ഓ സാങ്കുവേ, സാങ്കുവേ, കതുറീഷ del cuore di Gesù, come sorgente della misericordia per noi, io confido in te Gesù. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ലോകത്തെ അഭിഷേകം ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ ലോകത്തെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. തിന്മകളെ ബഹിഷ്കരിക്കണമേ. പാപത്തെ ബന്ധിക്കണമേ. ദുരാത്മാക്കളെ ബഹിഷ്കരിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ബഹിഷ്കരിക്കണമേ. കടബാധ്യതകളെ ബന്ധിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളെ ബന്ധിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. In the name of Jesus, 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 power. ലോകത്തെ ബാധിച്ച സകലവിധ തിന്മകളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ അധികാരത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ലോകം മുഴുവനും മാരകമായ രോഗം ബാധിച്ചിരിക്കുന്ന, കൊറോണ ബാധിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മേലുള്ള എല്ലാ തിന്മകളെ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, കർത്താവായ യേശുവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തിന്മകൾ ഇപ്പോൾ തന്നെ ബഹിഷ്കരിക്കപ്പെടട്ടെ. പവർ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ തന്നെ വന്ന് നിറയട്ടെ. ക്യാൻസർ രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് അവരെ സുഖപ്പെടുത്തട്ടെ. എല്ലാവരും ചേർന്ന് ഒറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ അത്ഭുതം നടക്കട്ടെ. ക്യാൻസർ രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് അനേകം പേരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റുഹബബ, 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 റുഹബബ. യേശുവേ, 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 യേശുവേ നന്ദി. ഈശോയെ ആരാധന. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സാധിക്കുന്ന പോലെ ഒന്ന് പറയാൻ ശ്രമിച്ച്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദുരാത്മാക്കള് എന്ന് പറഞ്ഞങ്ങോട്ട് വിട്ടുമാറട്ടെ. ആമേൻ. യേശുവിന്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കുകയാണ്. ആമേൻ. യേശുവിന്റെ അത്ഭുത കരം പ്രവർത്തിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ അച്ഛനോട് ചേർന്ന്, അച്ഛന്റെ പൗരോഹിത്യത്തോട് ചേർന്ന്, ഈ മിനിസ്ട്രിയോട് ചേർന്ന്, ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ബാധിച്ചിരിക്കുന്ന സകല അസ്വസ്ഥതകളെ, നിന്നെ ബാധിച്ചിരിക്കുന്ന തിന്മകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ തന്നെ അവയെ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് നിന്റെ ഭവനത്തിൽ നിന്ന് അവയെ ആട്ടിപ്പുറത്താക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ട് കിടക്കുന്ന എല്ലാ മക്കളുടെ മേൽ പുതിയൊരു ആത്മാവ്, ദൈവത്തിന്റെ പുതിയൊരു ശക്തി, പരിശുദ്ധാത്മാവ്, ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് നിങ്ങളുടെ കാലുകൾക്ക് ബലം കിട്ടട്ടെ. ആമേൻ. നിങ്ങളുടെ ഞരമ്പുകൾക്ക് ബലം കിട്ടട്ടെ. ആമേൻ. തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. ആമേൻ. കർത്താവേ, ഇപ്പോൾ തന്നെ സൗഖ്യം കൊടുക്കണമേ. യേശുവേ, ഇപ്പോൾ തന്നെ സൗഖ്യം കൊടുക്കണമേ. ആമേൻ. ഈ വചനാഭിഷേകത്തിന്റെ ആരംഭത്തിൽ തന്നെ സൗഖ്യം കൊടുക്കണമേ. തലവേദന വിട്ടുമാറട്ടെ.
തലകറക്കം വിട്ടുമാറട്ടെ, തൊണ്ടവേദന വിട്ടുമാറട്ടെ, കാഴ്ചക്കുറവുകൾ വിട്ടുമാറട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ആന്തരിക സൗഖ്യം ലഭിക്കട്ടെ, കലഹത്തിന്റെ ദുരാത്മാക്കൾ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, യേശുനാമത്തില് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ, യേശുനാമത്തില് ആ ദുരാത്മാക്കളെ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഇപ്പോൾ തന്നെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, ഹല്ലേലൂയ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ മക്കളുടെ മേലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ, കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ബന്ധനം അഴിയട്ടെ, ആമേൻ, ബന്ധനം അഴിയട്ടെ, ഹല്ലേലൂയ, കെട്ടുകൾ പൊട്ടട്ടെ, ഹല്ലേലൂയ, തിന്മകൾ അഴിയട്ടെ, ഹല്ലേലൂയ, കുരുക്കുകൾ അഴിയട്ടെ, ഹല്ലേലൂയ, കുരുക്കുകൾ അഴിയട്ടെ, ഹല്ലേലൂയ, കുരുക്കുകൾ അഴിയട്ടെ, ഹല്ലേലൂയ. കടബാധ്യതകൾ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ കടബാധ്യതകൾ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ തന്നെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ ഈ വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും കർത്താവ് നിങ്ങളെ തൊടുമെന്നുള്ള വലിയൊരു അഭിഷേകമാണ് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആയിരങ്ങളെയാണ് അച്ഛൻ കാണുന്നത്, ആയിരങ്ങളെയാണ് നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ കർത്താവ് വലിയ കൃപ നൽകിയാണ്, നിങ്ങളെ കാണാനുള്ള വലിയൊരു അഭിഷേകം നൽകിയാണ്. മക്കളെ, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കുമെന്ന് വലിയൊരു സന്ദേശം അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഇന്നത്തെ ആദ്യ ദിവസത്തെ വചനപ്രഘോഷണത്തിന് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മുടെ സന്തോഷ് ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരു കൺവെൻഷന് വേണ്ടി അച്ഛൻ വരണം. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വലിയ അഭിഷേകമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ബർണദീത്ത എന്ന ബാലികയെ കുറിച്ചാണ്. ബർണദീത്ത എന്ന ബാലികയുടെ മേൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പോലെ ഉള്ളൊരവസ്ഥയായിരുന്നു അന്ന് ലൂർദിൽ. അവിടെ മാരകമായ രോഗങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിശ്വാസരാഹിത്യങ്ങൾ. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് ബർണദീത്തയിലൂടെ ലോകത്തിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. പരിശുദ്ധ അമ്മയുടെ ഓരോ വരവും നമുക്കറിയാം. ദൈവത്തിൻ്റെ ശക്തി അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഈ ലോകത്ത് പല വിധത്തിൽ നാം അനുഭവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ കുഞ്ഞ് ബർണദീത്തയെ കുറിച്ചാണ് എൻ്റെ മനസ്സിലേക്ക് വലിയൊരു അഭിഷേകം കിട്ടുകയാണ്. ഞാൻ ഈ ബർണദീത്തയുടെ ആ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ബർണദീത്ത പെട്ടെന്ന് പ്രശസ്തയായി. കാരണം അവൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുക. പക്ഷേ ആ ലൂർദിൻ്റെ പ്രശസ്തിയും ഈ മാതാവ് പ്രത്യക്ഷപ്പെടലും ഒന്നുമല്ല ബർണദീത്തയെ വിശുദ്ധയാക്കി തീർത്തത്. പിന്നെ എന്താണ് ബർണദീത്തയെ വിശുദ്ധയാക്കി തീർത്തത്? അവൾ തൻ്റെ പേരും പെരുമയും ഒന്നും ഇഷ്ടപ്പെടാതെ അവൾ ചെയ്തെന്താണെന്നറിയാവോ? അവളൊരു മിണ്ടാമടത്തിലേക്ക് പ്രവേശിക്കുക. അവൾ ആഗ്രഹിച്ചത് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. ലോകത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി കുഞ്ഞ് ബർണദീത്ത ഒരു മിണ്ടാമടത്തിൽ ചേർന്നു. അങ്ങനെ മിണ്ടാമടത്തിലെ പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത് ബർണദീത്തയുടെ മേൽ പല വിധത്തിലുള്ള രോഗപീഠകളാണ്. ആസ്മ, ക്ഷയരോഗങ്ങൾ, മുട്ടുകാലിൻ്റെ വേദനകൾ,
അങ്ങനെ പലവിധ രോഗപീഠകളാൽ ഈ കുഞ്ഞ് ബർണദീത്ത, മാതാവ് പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണെന്ന് ഓർക്കണം, വളരെയധികം ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ വ്രതവാഗ്ദാന ദിവസം വന്നു. വ്രതവാഗ്ദാനത്തിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിയുമ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഓരോ വ്രതവാഗ്ദാനം സ്വീകരിച്ച സിസ്റ്റർമാർ വരുമ്പോൾ അവസാനം സുപ്പീരിയർ പിതാവിനോട് പറയും, പിതാവേ, ഈ സിസ്റ്ററിന് ഇന്ന ജോലിയാണ്, അതായത് പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കൃഷിസ്ഥലത്താണ്, അല്ലെങ്കിൽ പശുക്കളെ മേയ്ക്കാനാണ്. അങ്ങനെ ഓരോരോ ജോലികൾ അന്നത്തെ ആചാരം അനുസരിച്ച് അന്ന് അവിടെ പ്രഖ്യാപിക്കും. അങ്ങനെ ഓരോരോ അർത്ഥികൾക്കും അവരവരുടെ ജോലികളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അവസാനം ബർണദീത്ത വരുമ്പോൾ സുപ്പീരിയർ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇവൾക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇവള് ആരോഗ്യമില്ലാത്തവളാണ്, അവൾ ഒരു ജോലിക്കും പറ്റുകയില്ല, അവള് മറ്റു ജോലിക്ക് ഒന്നിനും കൊള്ളില്ല. നമ്മൾ എന്താ പിതാവേ ചെയ്യുക? പെട്ടെന്ന് പിതാവിന് മനസ്സിലായി, ഇവളുടെ ബലഹീനതകളിൽ, ഇവളുടെ കുറവുകളിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു തിരുമനസ്സുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പോരായ്മകളിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു തിരുമനസ്സുണ്ട്. അങ്ങനെ ആ പിതാവ് പറഞ്ഞു, മകളെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി തരാം, നിനക്ക് ഞാനൊരു ജോലി തരാം എന്ന് പറഞ്ഞിട്ട് പിതാവ് പറഞ്ഞു, നിന്റെ ജോലി ഇതാണ്, എല്ലാ ദിവസവും ചാപ്പലിൽ പോയിരുന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്, Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവര്, എഴുന്നേൽക്കാനാവാതെ കിടക്കുന്നവര്, നട്ടെല്ല് തളർന്ന് കിടക്കുന്നവര്, പലവിധ വിഷമതകളാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, കണ്ണുകൾ അടച്ചുകൊണ്ട് ഈശോയേ എന്നൊരൊറ്റ വിളി വിളിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളുടെ ആ മതിലിനുള്ളിൽ കർത്താവായ ഈശോയുടെ സാന്നിധ്യവും ശക്തിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് അച്ഛനുറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനവധിയായ ആസ്മരോഗികളുടെ മേൽ കർത്താവ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ശ്വാസം മുട്ടലുള്ളവര് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോടൊപ്പം ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശ്വാസം മുട്ടലുള്ള രോഗികളുടെ മേൽ ദൈവാത്മാവിനെ അയച്ച്, ആസ്മ രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇപ്പോൾ തന്നെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. എല്ലാവരും ചേർന്ന് ഒറ്റ വിളി വിളിച്ച് എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. പ്രൈസ് ദ ലോർഡ്, Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഭവനങ്ങളിലാണ്, കണ്ണുകളിങ്ങനെ പരിശുദ്ധ കുർബാനയെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാൽ തന്നെ ആ പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒക്കെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഞാൻ വൈദികനായി, നല്ല ഒരു യുവ വൈദികനായി, ആ സമയത്ത് അഭിയോന്യ പിതാവ് എന്നെ ആദ്യം ഏൽപ്പിച്ച എൻ്റെ ജോലി എന്ന് പറയുന്നത് യുവജനങ്ങളുടെ ശുശ്രൂഷയാണ്, യൂത്ത് ഡയറക്ടർ. അപ്പം എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഈ യുവജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യുക, ക്യാമ്പുകൾ, പിക്നിക്കുകൾ, സെമിനാറുകൾ, ഗാനമേളകൾ, രക്തദാന ക്യാമ്പുകൾ, കണ്ണിൻ്റെ പരിശോധന ക്യാമ്പുകൾ, അങ്ങനെ അനവധി പ്രോഗ്രാമുകൾ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. അത്യാവശ്യം എല്ലാവരും പറയണോ, ആ അച്ഛാ മിടുക്കനാണ്.
ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും പറയണം, പിതാവ് പറയണം, മറ്റച്ഛന്മാർ പറയണം, മറ്റ് ആൾക്കാർ പറയണം, ആ മിടുക്കനാണ്, നല്ല കഴിവുള്ള അച്ഛനാണെന്ന് പറയണം. അതിനു വേണ്ടിയുള്ള എൻ്റെ പരിശ്രമമായിരുന്നു. അങ്ങനെ ഇരിക്കെ അഭിമന്യ പിതാവ് എന്നെ ഒരു കുഞ്ഞു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ നൽകിയാണ്. അപ്പോൾ വലിയ വലിയ പള്ളികളിൽ കൊച്ചച്ഛനായിട്ടിരുന്ന് ഒരു കുഞ്ഞു പള്ളിയിലെ പെരിന്തൽമണ്ണയിലുള്ള ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തിലേക്ക് എന്നെ ഒരു വൈദികനായിട്ട് അയക്കുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതൊരു കുഞ്ഞു പള്ളിയാണ്. അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്. ഒരു 150 പേരൊക്കെയാണ് അന്ന് കുർബാനയ്ക്ക് വരിക. അധികം ആൾക്കാരൊന്നുമില്ല. അപ്പം ഞാനോട്, ദൈവമേ, ഇതിപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി ദൂരമാണല്ലോ, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു നിരാശയും ഒരു വിഷമവും ഒക്കെ വന്ന് അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ദിവസം വൈകുന്നേരം എൻ്റെ സപ്പറൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളി തുറന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങയുടെ തിരുമനസ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പറഞ്ഞറിയിക്കാനാവാത്ത അഭിഷേകം. നമ്മൾ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ നായ്ക്കാമ്പറമ്പിൽ അച്ഛനൊക്കെ ഇങ്ങനെ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം കിട്ടിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കുഞ്ഞു വൈദികൻ പള്ളിയിലിരുന്ന് ഈശോയുടെ മുൻപിലിരുന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുനീരിൻ്റെ മുൻപിൽ, എൻ്റെ ആഗ്രഹങ്ങളുടെ മുൻപിൽ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ എൻ്റെ നാവിങ്ങനെ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതേവരെ ഉണ്ടായിരുന്ന പൗരോഹിത്യമല്ല പിന്നീട് എൻ്റെ പൗരോഹിത്യം. അന്ന് വരെ ഉണ്ടായിരുന്ന വചനപ്രഘോഷണ രീതിയല്ല പിന്നീട് എൻ്റെ വചനപ്രഘോഷണ രീതി. പ്രിയപ്പെട്ടവരെ, സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാർ ശക്തി പ്രാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1:8 നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പഴയ സ്ലീഹന്മാരല്ല പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള സ്ലീഹ. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, നാം ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക്, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നീട് അതിനു മുൻപുള്ള ആൾക്കാരല്ല പിന്നീട് നാം. അതെനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. വചനപ്രഘോഷണം കേൾക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ ശുശ്രൂഷകൾ അനേകായിരങ്ങൾ വരാൻ തുടങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കർത്താവ് സാക്ഷാത്കരിച്ചു കൊടുക്കാൻ തുടങ്ങി. രോഗം മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് രോഗം മാറ്റി. ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ബാധകളെ ഒഴിപ്പിച്ചു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. അതിൽ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്, ആ ഒരു സമയത്ത് ഒരു രഘു എന്ന് പറയുന്ന ഒരു മകൻ ഒരു മോട്ടോർ ആക്സിഡൻറ്റിൽ പെട്ട് അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവൻ അബോധാവസ്ഥയിലാണ്. അവൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ കിടന്ന് പിടക്കുന്നത് കൊണ്ട് അവനിങ്ങനെ കൈകാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രഘുവിൻ്റെ മാതാപിതാക്കള് പള്ളിയിൽ വന്ന് പറഞ്ഞു, അച്ഛാ, നിങ്ങളെല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീസസ് യൂത്തിലെ കുട്ടികളുമായി ചേർന്ന് ഞങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. ഇതാ പള്ളിയിലച്ഛനൊക്കെ പ്രാർത്ഥിക്കാൻ വന്നെന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, ആ വാർഡിലുണ്ടായിരുന്ന അനേകം പേര് രഘുവിൻ്റെ ചുറ്റും കൂടി. ഞങ്ങൾ ജീസസ് യൂത്തിലെ കുട്ടികളോട് ചേർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തി, നിന്റെ അധികാരത്തിൻ്റെ ശക്തി ദിവസങ്ങളോളം
ഈ അപകടത്തിൽപ്പെട്ട് ആക്സിഡന്റായി അപകടത്തിൽപ്പെട്ട് ബോധമില്ലാതെ ഇങ്ങനെ കൈകാലുകെട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഈശോയെ തൊട്ട് സുഖപ്പെടുത്തണമേ, അത്ഭുതം നടക്കണമേ. യേശു നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതം നടക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു യുവ വൈദികനായിരുന്ന എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദിവസങ്ങൾ, അത്രയും ദിവസങ്ങൾ അബോധാവസ്ഥയിൽ കിടന്ന ആ മകൻ ഞങ്ങളുടെ എല്ലാവരുടെ മുൻപിൽ വെച്ച് കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ തൻ്റെ അമ്മയെ വിളിച്ചു. അമ്മേ, ഞാൻ എവിടെയാണ്? പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, Praise the Lord. പ്രൈസ് ദ ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളില് അപകടങ്ങൾ പറ്റി, എല്ലുകൾ പൊട്ടി, ശരീരം മുഴുവൻ വേദനിച്ചിരിക്കുന്ന, തലച്ചോറ് പൊട്ടിയിരിക്കുന്ന, എഴുന്നേൽക്കാനാവാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈശോയെന്ന് ഇപ്പോൾ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലുകളുടെ മേൽ, അവരുടെ ശരീരത്തിൻ്റെ മേൽ, അവരുടെ ബോധത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ തന്നെ ഷെക്കാന മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് വലതുകര ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആ ഒരു യുവ വൈദികൻ ആ ദേവാലയത്തിൽ ഇരുന്ന് സ്വർഗം നോക്കി നിലവിളിച്ചപ്പോൾ ഒരു സാധാരണക്കാരനായ വൈദികനെ, ഒരു സാധാരണക്കാരനായ ഒരു ഇടവക വികാരിയെ കർത്താവായ ഈശോ നാനാജാതി മതസ്ഥരുടെ മുൻപിൽ വെച്ച് സുവിശേഷം കൊണ്ട് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്ന ആ അത്ഭുത ശക്തിയുടെ കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മക്കളെ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കുഞ്ഞു കൊച്ചുത്രേസ്യ പുണ്യവതി എന്താണ് പ്രാർത്ഥന എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതി ഇങ്ങനെ പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം. കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്ന കൊച്ചുത്രേസ്യ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കുക, മക്കളെ, അപ്പനും അമ്മമാരെ, സഹോദരങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഏങ്ങലടിയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയേന്ന് വിളിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേന്ന് വിളിച്ചുകൊണ്ട് ഏങ്ങലടിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഈ കൊച്ചുത്രേസ്യ തന്നെ പറയാ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വർഗത്തിലേക്കുള്ള എത്തിനോട്ടമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. എൻ്റെ വേദനകളുടെ ഇടയിലും എൻ്റെ സങ്കടങ്ങളുടെ ഇടയിലും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ നൊമ്പരങ്ങളോടുകൂടെ ഞാൻ സ്വർഗത്തിലേക്കൊരു എത്തിനോട്ടം നടത്തും. അതാണ് പ്രാർത്ഥന. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് രൂപതയിലെ ഒരു പള്ളി, ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു പള്ളി ഉദ്ഘാടനം നടക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്യ കളത്തിപ്പറമ്പിൽ പിതാവാണ്. ഇപ്പം പിതാവ് എന്നെ അതിന് 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു, അച്ഛാ, ആ പള്ളി വെഞ്ചരിപ്പിൻ്റെ സമയത്ത് അച്ഛൻ അവിടെ വചനം പ്രഘോഷിക്കാമോ? ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് വചനം പ്രഘോഷിക്കേണ്ടത്? ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനപ്രഘോഷണത്തിൻ്റെ 3 പോയിന്റ് ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എന്നാൽ പരിശുദ്ധ കുർബാനയിലേക്കുള്ള എത്തിനോട്ടമാണ്. നമ്മളിങ്ങനെ കണ്ണുകളടച്ച് തിരുവോസ്തിയിൽ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ ഈശോയെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ജീസസ് ഈസ് റിയലി 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 പ്രസന്റ് ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. ഇതാണ് കൊച്ചുത്രേസ്യ പുണ്യവതിയും പറഞ്ഞത്, സ്വർഗത്തിലേക്കുള്ള ഏങ്ങലടിയാണ് പ്രാർത്ഥന.
സ്വർഗത്തിലേക്കുള്ള നിലവിളിയാണ് പ്രാർത്ഥന, സ്വർഗത്തിലേക്കുള്ള കരച്ചിലാണ് പ്രാർത്ഥന. അപ്പൊ അന്നത്തെ വചനപ്രഘോഷം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദേവാലയം നമുക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുമ്പോൾ, സഭ നമുക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ ഒരു എത്തിനോട്ടം എങ്ങോട്ടാണ്? പരിശുദ്ധ കുർബാനയിലേക്ക്. രണ്ടാമത്തേത് ദൈവവചനത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് പ്രാർത്ഥന. വചനാഭിഷേകം കൊണ്ട് നിറയുമ്പോൾ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ വചനം വായിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ ദുരാത്മാക്കൾ വിട്ടുമാറും. കാരണം വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം നെഞ്ചോട് ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗബാധിതമായ മേഖലകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാലുവേദന വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം വചനം നമ്മുടെ കുടുംബങ്ങളിൽ നിരന്തരം വായിക്കുമ്പോൾ എല്ലാ ദുരാത്മാക്കള്, അസൂയ, മന്ത്രവാദങ്ങള്, കൂടോത്രങ്ങള്, ആഭിചാരത്തിന്റെ ശക്തികള് ആ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറും. അപ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ദൈവവചനത്തിലേക്കുള്ള എത്തിനോട്ടം. പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 മൂന്നാമത്തേത് ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്കുള്ള എത്തിനോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ക്രൂശിത രൂപം അച്ഛൻ്റെ കൂടെയുണ്ട്. അച്ഛൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞപ്പോൾ റോമില് ബെനഡിക്റ്റൻ ഫാദർ ജനറൽ അച്ഛന് സമ്മാനമായിട്ട് തന്നതാ. ഈ ഏതെങ്കിലും ഒരു ഭൂതോച്ചാടന ശുശ്രൂഷയുടെ സമയത്തോ അല്ലെങ്കിൽ ബാധകൾ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ പ്രാർത്ഥനാ സഹായം തേടി വരുമ്പോൾ ഈ കുരിശുപയോഗിച്ചുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് അത് കേൾക്കുകയും അനേകം പേർക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്ന അനവധി 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 സാക്ഷ്യങ്ങൾ അച്ഛന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അപ്രകാരമുള്ള സാക്ഷ്യങ്ങളും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ മക്കളെ, നമ്മൾ ഭവനങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ലോകം വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മഹാമാരി, മാരക രോഗങ്ങൾ, കടബാധ്യതകൾ, പണമില്ലാത്ത അവസ്ഥ, ജോലി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, മരണഭയങ്ങൾ, പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള പ്രവാസികൾ. ഈ സമയത്ത് സ്വർഗത്തിലേക്കുള്ള ഏങ്ങലടിയാണ് പ്രാർത്ഥന. വചനം പറയുകയാണ്, മത്തായി 11:28, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നവരെ, അസ്വസ്ഥരെ, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും നിങ്ങൾ ആകുലപ്പെടേണ്ട. വചനം പഠിപ്പിക്കുകയാണ്, ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഈശോയുടെ അടുത്തേക്ക് വരുവിൻ. കർത്താവായ ഈശോയ്ക്ക് നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും. കർത്താവായ ഈശോയ്ക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. കർത്താവായ ഈശോയ്ക്ക് നിങ്ങൾക്ക് വിടുതൽ നൽകാൻ സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. 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 ഹല്ലേലൂയ. 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 നമ്മുടെ എല്ലാ ഭാരങ്ങള്, നമ്മുടെ എല്ലാ കെട്ടുകള്, നമ്മുടെ എല്ലാ ആകുലതകള്, നമ്മുടെ എല്ലാ നൊമ്പരങ്ങള്, പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനകള്, നമ്മുടെ കെട്ടുകൾ, കുടുക്കുകള്, അശുദ്ധ ബന്ധനങ്ങള്, ആസക്തികള്, മദ്യപാനത്തിന്റെ ആസക്തി, ലൈംഗിക ആസക്തികള്, അവിശ്വസ്തത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മക്കളെ ഓർത്തുള്ള വേദനകള്, ഇതെല്ലാം കർത്താവിന് അങ്ങോട്ട് വിട്ടുകൊടുത്തേ. കർത്താവിന് വിട്ടുകൊടുത്തേ. നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങള് എൻ്റെ ഈശോയേ എന്ന് എല്ലാവരും ചേർന്നൊന്ന് വിളിച്ച്, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. വലതുകരം ഉയർത്തിയൊന്ന് വിളിക്കാമോ? എൻ്റെ ഈശോയേ, 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 എൻ്റെ
ഈശോയെ കാരണം ഈശോ നമ്മളോട് പറയും, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, വേദനിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, മരണഭയത്തിന് മുൻപിൽ നിൽക്കുന്നവരെ, മാരകമായ രോഗം ബാധിച്ചവരെ, കോവിഡ് ബാധിച്ചവരെ, നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്നെ ഖത്തറിൽ നിന്നൊരു മകൻ വിളിച്ചു. അവൻ ഗോതുരത്തുള്ളൊരു മോനാണ്. അച്ഛൻ ഗോതുരത്ത് ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്ത ആ കൺവെൻഷൻ വലിയ അഭിഷേകമുള്ള കൺവെൻഷനായിരുന്നു. അവിടെ നിന്നുള്ള ഒരു കുടുംബം വിളിച്ച് പറഞ്ഞിട്ടാണ്. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ റൂമിലാണ്, എനിക്ക് ഈ വൈറസ്, ഈ കോവിഡ്, ഈ കൊറോണ വൈറസ് എന്നെ ബാധിച്ചിരിക്കുകയാണ്. അച്ഛൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ച കാര്യം അച്ഛൻ ഓർക്കുക. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ കണ്ണുകൾ അടക്ക്, നീ ഈശോയെ കാണ്. നിനക്ക് കണ്ണുകൾ അടക്കുമ്പോൾ നിന്റെ മുൻപിൽ ഈശോ എഴുന്നള്ളി വരും. അവ കണ്ണുകൾ അടച്ച്. ഞാൻ പറഞ്ഞു, കണ്ണുകൾ അടക്കുമ്പോഴും നിനക്ക് ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? അവ പറഞ്ഞു, ഉവ്വച്ചാ, ഉണ്ടച്ചാ. ആ ഈശോയോട് പറ, ഈശോയെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. അപ്പൊ ആ മോൻ എന്നോടൊപ്പം പറഞ്ഞു, ഈശോയെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, രോഗശാന്തിയുടെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, പരിശുദ്ധാത്മാവ് വിടുതലിൻ്റെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളൊരു 5 മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, മോനെ, നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നമ്മുടെ കർത്താവ് ഏറ്റവും വലിയ ഡോക്ടറാണ്. ആ ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. ഇത് വിശ്വസിക്കുന്നവര് ഭവനങ്ങളിലുണ്ടെങ്കിൽ ഒരൊറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, ഒരൊറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഏത് മഹാമാരിയാണെങ്കിലും, ഏത് പകർച്ചവ്യാധിയാണെങ്കിലും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും സർവ്വവിധ ദോഷങ്ങളിൽ നിന്നും, സർപ്പദോഷങ്ങളിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്നും, കൂടോത്രദോഷങ്ങളിൽ നിന്നും, മന്ത്രവാദങ്ങളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, അശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, 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 പ്രൈസ് ദ ലോർഡ്. ഈശോയേ, 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 അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ആമേൻ. നമുക്കൊരു ചെറിയ ഗാനം ആലപിക്കാം മക്കളെ. പെട്ടെന്ന് തന്നെ ഒരു ഗാനം ആലപിച്ച് ആ ഗാനത്തിൽ പങ്കുചേർന്ന് അതിനുശേഷം അച്ഛൻ വീണ്ടും അച്ഛൻ്റെ വചന പ്രഘോഷണം തുടരുന്നതാണ്. ഇപ്പം നമുക്കൊരു ചെറിയ ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും നന്ദി പറയുന്നത് എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും തന്നെ ചേർന്ന് നിന്നൊന്ന് ഒച്ചത്തി പാടാൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ നമുക്കിപ്പോൾ പാടി സ്തുതിക്കാം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. Thank you, Lord Jesus. യേശുവിൻ നാമത്താൽ Praise the Lord. ഈശോയേ, ഹല്ലേലൂയ ഞാൻ പാടിടും. എല്ലാവരും പാടിക്കാം മക്കളെ. യേശുവിനെ ആരാധിക്കും. സാധിക്കുന്ന എല്ലാവരും ചേർന്ന് പാടിക്കേ. സർവശക്തനായവനേ, നിന്നുകൊണ്ടൊക്കെ കരങ്ങളടിച്ച് ഈശോ, 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 അത്ഭുത ശക്തി, ഈശോ, അത്ഭുത പവർ, ഈശോ, പവർ, 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 ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനേ, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ
യേശുവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇടപെടണമേ കർത്താവേ. ഈ വചന ശുശ്രൂഷയിലൂടെ അനേക കുടുംബങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ ഇടപെടണമേ കർത്താവേ. ഭവനമില്ലാത്തവരുടെ മേൽ ഇടപെടണമേ കർത്താവേ. സ്ഥലമില്ലാത്തവരുടെ മേൽ ഇടപെടണമേ കർത്താവേ. പിറവണി പൂർത്തിയാക്കാൻ പറ്റാത്തവരുടെ മേൽ ഇടപെടണമേ കർത്താവേ. കല്യാണ തടസ്സങ്ങളുള്ളവരുടെ മേൽ ഇടപെടണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ ഇടപെടണമേ കർത്താവേ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിക്കാ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിക്കാ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, എല്ലാവരും ചേർന്ന് യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. അത്ഭുതം നടക്കട്ടെ കർത്താവേ. യേശുവേ, ശക്തി ലഭിക്കട്ടെ കർത്താവേ. ദൈവജനം മുഴുവൻ അഭിഷേകത്താൽ നിറയട്ടെ കർത്താവേ. അന്ധകാര ശക്തികളെല്ലാം നിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ കർത്താവേ. നിന്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കട്ടെ കർത്താവേ. യേശുവേ, ഞങ്ങളെല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമേ കർത്താവേ. കോവിഡ് രോഗങ്ങൾ കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ തന്നെ അനേകായിരങ്ങൾക്ക് സൗഖ്യം കിട്ടട്ടെ കർത്താവേ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകയായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകയായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. യേശുവേ, എല്ലാവരും പിടിച്ച് യേശുനാമത്തെ ആരാധന. എല്ലാ കുടുംബങ്ങളുടെ മേൽ, എല്ലാ മക്കളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ, എല്ലാ വ്യക്തികളുടെ മേൽ, ഞങ്ങളുടെ ഡോക്ടർമാരുടെ മേൽ, ഞങ്ങളുടെ നഴ്സുമാരുടെ മേൽ, ആശുപത്രി ജോലി ചെയ്യുന്ന എല്ലാവരുടെ മേൽ, ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ, എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മേൽ, കർത്താവേ, മാരകമായി കോവിഡിനെതിരെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 11:28 നാം വായിച്ചു കേട്ടു. അധ്വാനിക്കുന്നവര്, ഭാരം വഹിക്കുന്നവര്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങളുടെ കോഴിക്കോട് രൂപതയുടെ മുൻ മെത്രാൻ അഭിവന്യ മാക്സ്വൽ വളൻ്റെ നൊറോണ പിതാവ് വളരെ വിശുദ്ധനായ ഒരു മെത്രാനായിരുന്നു.
ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് കൃപാസ്മൃതി എന്നാണ്. വളരെ വളരെ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പയുടെ എഴുത്തുകൾ പോലെയാണ്. വളരെ നിഷ്കളങ്കമായ രീതിയിൽ എഴുതി വലിയ കാമ്പുള്ള കാര്യങ്ങൾ അത് ധ്യാനിക്കുമ്പോൾ വലിയ അഭിഷേകമാണ്. ആ പുസ്തകത്തിൽ നൊറോണ പിതാവ് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് തലശ്ശേരി രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിലാണ്. അവിടെ അന്ന് ആ കത്തീഡ്രൽ പള്ളിയിൽ ബലിയർപ്പിക്കുന്നത് തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവാണ്. പിതാവ് ഇങ്ങനെ വലിയ അഭിഷേകത്തോടെ ബലിയർപ്പിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഏങ്ങലടി. മാക്സ്വൽ പിതാവ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ ഏങ്ങലടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാമോ? IPS ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജേക്കബ് സാറാണ്. ഇദ്ദേഹം ആ സമയത്ത് വലിയ ഏങ്ങലടിച്ച് നിലവിളിച്ച കുർബാന മധ്യ പ്രാർത്ഥിക്കുകയാണ്. നൊറോണ പിതാവ് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കണം, ആ IPS ഉദ്യോഗസ്ഥൻ അങ്ങനെ നിലവിളിച്ച് ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരുപാട് അരിമ്പാറകളുണ്ടായി. അപ്പം അത് മാറാൻ വേണ്ടി സർജറി ചെയ്തപ്പോൾ തൻ്റെ മുഖം വികൃതമായി. അപ്പോൾ ആ വികൃതമായതുകൊണ്ട് വലിയ വിഷമത്തിലായിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ സമയങ്ങളിലൊക്കെ ഒരു ചേച്ചി എപ്പോഴും വന്ന് പ്രാർത്ഥനയ്ക്ക് വരും. മുഖം ഇങ്ങനെ ഒരു കരുവാളിപ്പ്, ഒരു തരം ഇരുള് മുഖത്തിങ്ങനെ ബാധിച്ചിരിക്കുക. അപ്പോൾ ആ ചേച്ചി നിരന്തരം വന്ന് പ്രാർത്ഥന. അപ്പോൾ ആ ചേച്ചിയെ കാണുമ്പോൾ വലിയ പ്രായമുള്ള ഒരു ചേച്ചിയല്ല. അപ്പം ഞാൻ അവർക്ക് പാവം ചേച്ചി, എന്തോ ഒരു വിഷമം ഉണ്ടാകും. കാരണം ഇങ്ങനെ മുഖം ഇങ്ങനെ കറുത്ത ഒരു പാട് വന്ന് ആ ഒരു ഇരുണ്ടിരിക്കുക, നല്ല ഭംഗിയുള്ള ഒരു ചേച്ചിയാണ്. പക്ഷെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരുള് ബാധിച്ചൊരു തരം കറുപ്പ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ സാധിക്കും, നിരന്തരമായ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കർത്താവ് ആ സഹോദരിക്ക് സൗഖ്യം കൊടുത്ത ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇപ്പോഴും നോക്കിക്കേ കർത്താവ് എന്തുമാത്രമാണ് സൗഖ്യം തന്നത്. ആ ചേച്ചി എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അപ്പം ഇതന്ന് ഈ IPS ഉദ്യോഗസ്ഥൻ അങ്ങനെ വിഷമിച്ച് ഏങ്ങലടിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ആ രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ഒച്ചയില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കാരണം. അന്ന് വള്ളോപ്പള്ളി പിതാവ് കുർബാന മധ്യേ ഉള്ള സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. 14 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമുക്കറിയാം, ഈശോ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നിയമജ്ഞര്, പ്രമാണികള് ശിഷ്യന്മാരോടൊക്കെ തർക്കിക്കുക. കാരണം അവിടെ ഒരു ഊമനായ ബാലനെ സുഖപ്പെടുത്താനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. അങ്ങനത്തെ ഒരു സംഭവം നമുക്കറിയാം. അവിടെ കർത്താവ് ഈശോ ആ ബാലന്റെ മേലുള്ള ആ ഊമപിശാചിനെ ഈശോ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കും നമുക്കറിയാം. ഈശോ പറഞ്ഞു, താച്ചി എന്ന് പറഞ്ഞ ബഹിഷ്കരിക്കട്ടെ, താച്ചി യേശി ഇതിൽ നിന്ന് പുറത്തു പോ. നമുക്ക് ആ കുഞ്ഞിൻ്റെ സൗഖ്യം കിട്ടുന്ന വലിയൊരു അനുഭവം നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട്. ഈ ഒരു സുവിശേഷ ഭാഗമാണ് വള്ളോപ്പള്ളി പിതാവ് അന്ന് വചനപ്രഘോഷണ സമയത്ത് നടത്തിയത്. ഈ വചനപ്രഘോഷണ സമയത്ത് ഇങ്ങനെ ആ പ്രസംഗം വള്ളോപ്പള്ളി പിതാവ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സംസാരിക്കാനുള്ള കഴിവ്, അത് കാണാനുള്ള കഴിവ്, നടക്കാനുള്ള കഴിവ്, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. അപ്പൊ ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇത് പറഞ്ഞുകൊണ്ടാണ് വള്ളോപ്പള്ളി പിതാവ് അന്ന് പ്രസംഗം അവസാനിപ്പിച്ചത്. ഇത് കേട്ട മാത്രയിൽ ഈ IPS ഉദ്യോഗസ്ഥൻ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അഭിവന്യ നൊറോണ പിതാവ് എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ ഏങ്ങലടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തുകയും സ്വർഗം അദ്ദേഹത്തിൻ്റെ മുൻപിൽ തുറക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അടഞ്ഞുപോയ ഇല്ലാതായ ഒച്ച സൗണ്ട്
അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഇത് 2 വർഷങ്ങൾക്ക് മുൻപ് തൃപ്പുണിത്തറ, എറണാകുളം രൂപതയിലെ തൃപ്പുണിത്തറ പള്ളിയിൽ കൺവെൻഷൻ നടത്തുകയാണ്. അവിടുത്തെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൺവെൻഷനാണ്. 3-ാം ദിവസത്തിലേക്ക് വലിയ അഭിഷേകമുള്ള കൺവെൻഷനായിരുന്നു. അനേകം പേർക്ക് സൗഖ്യം കിട്ടുന്നു, അനേകം പേര് ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കാൻ സാധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ തത്തി കളിച്ച ഒരു കൺവെൻഷനായിരുന്നു. എന്നാൽ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം പെട്ടെന്ന് അടഞ്ഞുപോയി. എൻ്റെ സ്വരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ വികാരിയച്ഛൻ അപ്പോഴും ഉള്ളിയും കൽക്കണ്ടവും ഒക്കെ കൂട്ടി പറഞ്ഞു, അച്ഛൻ ഇത് കഴിച്ചാൽ മതി, അച്ഛന് സ്വരം തിരികെ വരും. അപ്പം എനിക്ക് അതൊക്കെ കഴിച്ചു, പലതവണ കഴിച്ചു. എന്നിട്ട് എൻ്റെ സ്വരം വരുന്നില്ല. വചനം പ്രഘോഷിക്കണം, വലിയ സ്വരത്തിൽ വചനപ്രഘോഷണം നടത്തണം, പക്ഷെ ഒച്ചയില്ല. ഇപ്പം തൃപ്പുണിത്തറയിലെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ രാവിലെ മുതൽ തന്നെ ഞാനിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധ അമ്മേ, മാതാവേ, എൻ്റെ സ്വരം എനിക്ക് തിരിച്ചു നൽകണം. ഇന്നിവിടെ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് എനിക്ക് വചനം പറയണം. അപ്പം ഇങ്ങനെ ഞാനങ്ങനെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചറും അവരുടെ ഭർത്താവുമായിട്ട് വരികയാണ്. അപ്പം എനിക്ക് ഒച്ചയില്ല, പ്രാർത്ഥിക്കാനുള്ള സ്വരം പോലും ഇല്ല. ഞാനിങ്ങനെ സ്വരമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ മാതാവേ. ഈ ടീച്ചറും അവരുടെ ഭർത്താവും കൂടി വരികയാണ്. ടീച്ചർ എന്നോട് പറഞ്ഞു, അച്ഛാ, വർഷങ്ങളായിട്ട് എൻ്റെ ഭർത്താവിന് മറവി രോഗമാണ്, അൾഷൈമേഴ്സാണ്. അതായത് അദ്ദേഹത്തിന് സ്വബോധമില്ല, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഒച്ചയില്ലാതെയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് സ്വരമില്ല. പക്ഷേ ആ തൃപ്പുണിത്തറ പള്ളിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ മകൻ്റെ മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള സ്വരത്തിൽ, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ മകനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ ആ ടീച്ചർ പിറ്റേ ദിവസം വന്ന് കൺവെൻഷൻ ആ ഗ്രൗണ്ടിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഈ മറവി രോഗം ബാധിച്ച്, അൾഷൈമേഴ്സ് ബാധിച്ച് അബോധാവസ്ഥയായിട്ട് വർഷങ്ങളായ ആ ടീച്ചറിൻ്റെ ഭർത്താവ്, ആയിരങ്ങളുടെ മുൻപിൽ ടീച്ചർ പറഞ്ഞ സാക്ഷ്യവാ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. വെളുപ്പിന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി, തന്നെത്താൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഗ്യാസ് തുറന്ന് ചായ ഉണ്ടാക്കി ടീച്ചറിനെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ടീച്ചറിന് ചായ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞുപോയ എൻ്റെ സ്വരത്തെ കർത്താവ് തിരികെ നൽകിയത്. ആ അടഞ്ഞുപോയ സ്വരം എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? അവിടെ ഒരു അത്ഭുത സാക്ഷ്യം നടക്കണമെന്നുള്ളത് കർത്താവിൻ്റെ തിരുമനസ്സായിരുന്നു. നമ്മുടെ കുറവുകളുടെ മേൽ, നമ്മുടെ ബലഹീനതകളുടെ മേൽ, നമ്മുടെ രോഗങ്ങളുടെ മേൽ, നമ്മുടെ പീഡകളുടെ മേൽ ദൈവത്തിൻ്റെ തിരുമനസ് അന്വേഷിച്ചാൽ ആ തിരുമനസ് കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ അത് അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ഇപ്പം പെട്ടെന്നൊരു ഓർമ്മ വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ടൗണിലെ സെൻറ് ജോസഫ്സ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മ വരികയാണ്. ഒരു അമ്മയും കുഞ്ഞും, 6 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഈ അമ്മ വന്ന് പറഞ്ഞു, അച്ഛൻ, ഞങ്ങൾ ഗൾഫിലാണ്, എൻ്റെ മോള് 6 വയസ്സുള്ളതാണ്, അവൾക്ക് സംസാരശേഷി ഇല്ല അച്ഛാ. അവൾ പറയാണ്, അന്നൊരു ദിവസം ഇങ്ങനെ ഊമനായ വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്ന വചനം പറഞ്ഞാണ് ഞാനന്ന് പ്രസംഗിച്ചത്. അവർ പറഞ്ഞു, ഊമനായ ബാലനെ സുഖപ്പെടുത്തിയ കർത്താവിന് സംസാരശേഷിയില്ലാത്ത എൻ്റെ മോളെ സുഖപ്പെടുത്താനായിട്ട് കർത്താവിന് സാധിക്കുമോ? ഞാൻ ആ അമ്മയോട് പറഞ്ഞു, തീർച്ചയായിട്ടും സഹോദരി, ആ ഊമനായ ബാലനെ സുഖപ്പെടുത്തിയ കർത്താവിന് നിന്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ തന്നെ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മുടെ പീഡകള്, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങളുണ്ട്.
കർത്താവായ യേശുവിന് നിന്റെ രോഗത്തെ, നിന്റെ കൊറോണ ബാധയെ, നിന്റെ മാരക രോഗത്തെ, നിന്റെ ക്യാൻസറിനെ, നിന്റെ നട്ടെല്ല് തകർന്ന അവസ്ഥകളെ, നിന്റെ മുട്ടുകാല് വേദനയെ, നിന്റെ തളർവാദത്തെ സുഖപ്പെടുത്താൻ കർത്താവിന് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ വിശ്വസിക്കുന്നു, അച്ഛാ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ സംഭവിക്കും. മർക്കോസ് 16-17 നമുക്കറിയാം, വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അത്തരത്തിലുള്ള അത്ഭുതം ആ അമ്മയുടെ കുഞ്ഞിൻ്റെ മേൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ടീച്ചർ തൻ്റെ കുഞ്ഞുമായി വന്ന് ആൾത്താരിൽ വന്ന് നിന്നുകൊണ്ട് ആയിരങ്ങളോട് പറഞ്ഞു, ഊമനായ ബാലനെ സുഖപ്പെടുത്തിയ കർത്താവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട്, എൻ്റെ കുഞ്ഞിപ്പോൾ വാതോരാതെ സംസാരിക്കുന്നു. കരങ്ങളടിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. IPS അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒച്ച തിരിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. അദ്ദേഹം അന്ന് തീരുമാനമെടുത്തു, ഇനി എൻ്റെ സ്വരം ദൈവത്തിനുള്ളതാണ്, ഇനി എൻ്റെ കഴിവുകളെ ദൈവത്തിനുള്ളതാണ്, ഞാൻ ഇനി വചനപ്രഘോഷണ മേഖലയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് അദ്ദേഹം വലിയ ഒരു വചനപ്രഘോഷകനാണ്. ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് മാക്സ്വെൽ പിതാവ് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥന, നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ പറഞ്ഞേ ആമേൻ. ആമേൻ. നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥന, നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 58-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരുളും. നീ സ്വർഗം നോക്കി നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് ദൈവം നിന്റെ സമീപത്തേക്ക് വരും. വചനം ഇപ്രകാരമാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ, എൻ്റെ ഈശോയെ, താങ്ക് യു ലോർഡ് ജീസസ്, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് ദൈവം നിനക്ക് മറുപടി നൽകും. എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്തേക്ക് ദൈവം വരും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചന ചിന്തകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 2013 മെയ് 20-ാം തീയതിയുള്ള വചനപ്രഘോഷണ ദിവസം അദ്ദേഹം അനുദിന വചനത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, മക്കളെ, വിനീതവും ശക്തവും എളിമയുള്ളതുമായ പ്രാർത്ഥന അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 2013 മെയ് 20-ാം തീയതി രാവിലെ കുർബാന മധ്യേയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മക്കളെ, വിനീതവും എളിമയുള്ളതും നിഷ്കളങ്കവുമായ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും നിങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് അത് കാരണമാകും. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു ഉദാഹരണം പറയുകയാണ്. ഇത് അർജന്റീനയിൽ നടന്ന സംഭവമാണ്. ഒരു അപ്പനും മോളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മകൾക്ക് 6 വയസ്സാണ്. ഈ മകൾക്ക് പെട്ടെന്നൊരു രോഗം പിടിപെട്ടു, മാരകമായ ഒരു രോഗം. ഇവിടെ മരണത്തോട് മല്ലടിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല, വൈദ്യത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ അപ്പന് ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ എഴുതുകയാണ്, ഇദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്, പക്ഷെ വിശ്വാസമുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹം.
ഇദ്ദേഹം വൈകുന്നേരം 6 മണിയായപ്പോൾ ഒരു സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ എങ്ങോട്ട് പോയി. ബന്ധുക്കളൊക്കെ പറഞ്ഞു, എവിടെ പോയി, കുഞ്ഞിൻ്റെ അപ്പൻ എവിടെ പോയി? ഇദ്ദേഹം നേരെ പോയത് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അവിടെ അദ്ദേഹം എത്തിയപ്പോൾ വൈകുന്നേരം രാത്രി 9 മണിയായി. അവിടെ ചെന്നപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗേറ്റൊക്കെ അടച്ചു. ഫ്രാൻസിസ് പാപ്പ അന്നത്തെ പ്രസംഗത്തിൽ പറയുക, ഈ മനുഷ്യൻ ആ ഗേറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഫ്രാൻസിസ് പാപ്പ പറയുക, ആ പ്രാർത്ഥന ഒരു തരം മൽപ്പിടുത്തമായിരുന്നു, ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തമായിരുന്നു. പഴയ യാക്കോബ് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയില്ലേ? എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല, പ്ലീസ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കാതെ, എനിക്ക് അഭിഷേകം തരാതെ നിന്നെ ഞാൻ വിടുകയില്ല. അത്തരത്തിലുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നു. ആ 6 വയസ്സുകാരിയുടെ അപ്പൻ ആ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഗേറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് രാത്രി മുഴുവൻ രാവിലെ 6 മണി വരെ ഗേറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് തൻ്റെ മകളുടെ ജീവന് വേണ്ടി മൽപ്പിടുത്തം നടത്തി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ കാർ അപകടത്തിൽപ്പെട്ടു, ഇത് അവൻ്റെ 2ാമത്തെ അപകടമാണ്, ICUയിലാണ് അച്ഛാ, ഡോക്ടർമാര് പറഞ്ഞ് രക്ഷയില്ല അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ടവര്, 2ാമത്തെ തവണ ഈ അമ്മ പറഞ്ഞു, ആദ്യത്തെ തവണത്തെ അപകടത്തില് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരിക്കൽ കൂടെ എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരാമോ? അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛാ ആ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇതാ 2ാമത്തെ തവണ അവൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവനിതാ 2ാമത്തെ തവണയും ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്, മരണവുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവിന് ഒരുപാട് അനുഗ്രഹം, കർത്താവിന് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്വാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇതാ ദേവാലയത്തില് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുക. പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ, ഒരിക്കൽ കൂടെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് തിരികെ നൽകാമോ? അത് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വരെ ആശുപത്രിയിൽ എല്ലാവരും അന്വേഷിച്ചോ, അവൻ്റെ അമ്മ ഇവിടെ പോയി, അവൻ്റെ അമ്മ ഇവിടെ പോയി. അമ്മ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ഈശോയെ, ഒരിക്കൽ കൂടെ എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നൽകാമോ? പ്രിയപ്പെട്ടവരെ, ചങ്ക് പൊട്ടിയുള്ള കണ്ണുനീരോടുകൂടിയുള്ള സ്വർഗത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നതിൻ്റെ അടയാളമായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ആ അമ്മയുടെ മേൽ ഇറങ്ങി വന്നു. ഇതേപോലെയാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ആ സംഭവത്തിലും. നേരം വെളുത്ത് നേരെ ആശുപത്രിയിലേക്ക് മടങ്ങി ചെന്നപ്പോൾ ഭാര്യ വാവിട്ട് നിലവിളിക്കുക. അപ്പം ഇദ്ദേഹം ഓർത്തു, എല്ലാം കഴിഞ്ഞു. ഇദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, എന്തു പറ്റി, നീ എന്തിനാ കരയണത്, നീ എന്തിനാ കരയണത്? അപ്പോഴ് ആ മകള് നിലവിളിച്ചുകൊണ്ട് ആ 6 വയസ്സുള്ള പെൺകുട്ടിയുടെ അപ്പനോട് പറഞ്ഞു, ഡോക്ടർമാര് വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ രാത്രിയിൽ പനി വിട്ടുമാറിയിരിക്കുന്നു, അവൾ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തലേ ദിവസം 6 മണിക്ക് പറഞ്ഞതാണ്, ഇനി രക്ഷയില്ല, വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു രാത്രി മുഴുവൻ ഒരു ദേവാലയത്തിന്റെ മുൻപിൽ അടച്ചിട്ട ഗേറ്റിൽ ഇരുന്ന് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയപ്പോഴ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മകന്റെ ജീവന് വേണ്ടി ഒരിക്കൽ കൂടെ എൻ്റെ മകന്റെ ജീവൻ എനിക്ക് തിരിച്ചു തരാമോ കർത്താവേ എന്ന് പറഞ്ഞ് മൽപ്പിടുത്തം നടത്തിയപ്പോഴ് കർത്താവ് ആ സ്വരം കേൾക്കുകയും ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അവരുടെ 2 പേരുടെ സമീപത്തേക്ക് വന്ന് അത്ഭുതങ്ങൾ നടക്കുന്ന ആ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ഹല്ലേലൂയ,
ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം വചനം ഇപ്രകാരം പറയാൻ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ. എൻ്റെ അപ്പച്ച എന്ന് പറഞ്ഞത് വിളിച്ച് നമ്മുടെ അപ്പനോട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്ത് വിഷമമുള്ള കാര്യമാണെങ്കിലും നമുക്കത് സാധിച്ചു തരില്ലേ? എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പച്ച എന്ന് വിളിച്ചാൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഉത്തരം നൽകുന്ന ദൈവം. ആ ദൈവം പഠിപ്പിക്കുകയാണ് മത്തായി 7:7, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തൊരു അഭിഷേകമുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ. 2 വർഷങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ കേരളത്തിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകരുടെ ഒരു സംഗമത്തിൽ വെച്ച് കോഴിക്കോട് രൂപതയുടെ മെത്രാനായ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് 4 പോയിന്റുകൾ അവിടെ പഠിപ്പിച്ചു. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവര്, ഇതിന് പ്രാർത്ഥനയ്ക്ക് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ചില പ്രാർത്ഥനകള് ദൈവം പെട്ടെന്ന് തന്നെ കേൾക്കുന്നു. നമ്മൾ ചില പ്രാർത്ഥന, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. നമ്മൾ ചില സമയത്ത് രോഗികൾക്ക് വേണ്ടി എൻ്റെ ഈശോയെ ഈ മുഴ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ, പെട്ടെന്ന് തന്നെ ആ മുഴ ചുരുങ്ങിപ്പോകുന്നു. ഈശോയെ ഗർഭപാത്രത്തിൽ ആ രോഗം വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് എടുത്തു മാറ്റുന്നു. അവിടെ ചക്കാലക്കൽ പിതാവ് പറഞ്ഞു തരിക, അതായത് ചില പ്രാർത്ഥനകൾ ദൈവം പെട്ടെന്ന് തന്നെ കേൾക്കുന്നു. പിതാവ് തൻ്റെ ഒരു ജീവിതാനുഭവം അവിടെ പങ്കുവെക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ, ഒരു ഞായറാഴ്ച, പിതാവിന് കുർബാനയുണ്ട്, ഒരു പള്ളിയിൽ കൺഫർമേഷനുണ്ട്. പെട്ടെന്ന് പിതാവ് നേരം വെളുത്ത് എഴുന്നേൽക്കാനായിട്ട് നോക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ഭാഗത്തെ കൈയും കാലും തളർന്നു പോയിരിക്കുന്നു. പിതാവ് അവിടുത്തെ അന്ന് കൂടിയ ആയിരക്കണക്കിന് ആൾക്കാരോട് പറയുക, മക്കളെ, ഞാനാകെ തകർന്നു പോയി, എൻ്റെ കൈയും കാലും തളർന്നു പോയാൽ എൻ്റെ മെത്രാൻ എന്ന രീതിയിലുള്ള എൻ്റെ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ എങ്ങനെയോ ഞാൻ അവിടെ ഇരുന്ന മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഇങ്ങനെ ഏന്തി 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 ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. പെട്ടെന്ന് തന്നെ അവിടെ അത്ഭുതം നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് അന്ന് ചക്കാലക്കൽ പിതാവ് പറയുകയാണ്, ചില പ്രാർത്ഥനകൾ ദൈവം പെട്ടെന്ന് തന്നെ കേൾക്കുന്നു. 2-ാമത്തെ പോയിന്റ് പിതാവ് പഠിപ്പിക്കുക, ചില പ്രാർത്ഥനകൾക്ക് ദൈവം വളരെ വൈകിയാണ് ഉത്തരം നൽകുക. നമുക്ക് പെട്ടെന്ന് അത് സാധിച്ചു കിട്ടണമെന്നില്ല. ചിലർ പറയാം, കർത്താവേ എനിക്കിപ്പോൾ തന്നെ ഒരു ജോലി കിട്ടണേ, ഇപ്പോൾ തന്നെ എൻ്റെ കടബാധ്യതകൾ മാറ്റണമേ. ഇപ്പം ദൈവം ചില മേഖലകളിൽ, കാരണം ദൈവം മുകളിലാണ്, ദൈവത്തിന് നമ്മുടെ വരും വരായികളെല്ലാം അറിയാം, നമ്മുടെ പിറകിലുള്ള കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതാണ് നന്മ എന്ന് അത് കണ്ടറിഞ്ഞ് കാലത്തിൻ്റെ തികവില്, സമയത്തിൻ്റെ തികവില് നമ്മുടെ മേല് കൃപകൾ വർഷിക്കാൻ, അഭിഷേകം നൽകാൻ കഴിവുള്ള ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. 3-ാമത്തെ പോയിന്റ്, ചില പ്രാർത്ഥനകള് ദൈവം ഭാഗികമായിട്ടാണ് കേൾക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നമ്മുടെ നന്മ ദൈവത്തിനറിയാം, നമുക്ക് എന്താണ് വേണ്ടത് ദൈവത്തിനറിയാം. ഇപ്പം ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മൊത്തം നമുക്ക് ലഭിക്കണമെന്നില്ല, ഭാഗികമായിട്ട് കേൾക്കും. എനിക്കറിയാം, ഒരു ലില്ലി ചേച്ചി എനിക്ക് പരിചയമുണ്ട്. ലില്ലി ചേച്ചി തളർന്നു വീണതാണ്. ലില്ലി ചേച്ചി പ്രാർത്ഥിച്ചത്, കർത്താവെ എന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തണമേ. ഇപ്പോഴേ ലില്ലി ചേച്ചിക്ക് പതുക്കെ വീൽ ചെയറിലൊക്കെ നടക്കാൻ സാധിക്കും. ഇപ്പം ഇടയ്ക്ക് എന്നെ വിളിക്കും. എന്നിട്ട് ലില്ലി ചേച്ചി പറയുക, അച്ഛാ ഞാനിങ്ങനെ, എനിക്കിപ്പോൾ തൽക്കാലം എനിക്ക് വീൽ ചെയറിലൊക്കെ പോകാനായിട്ട് സാധിക്കും, ഞാൻ ഇരുന്നു കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് അച്ഛാ. ഇപ്പോഴ് ഞാൻ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ കർത്താവ് എനിക്ക് ഭാഗികമായ സൗഖ്യം നൽകിയിരിക്കുകയാണ്. എനിക്ക് കർത്താവ് കുറച്ച് സൗഖ്യം നൽകി, അതുകൊണ്ട് എനിക്കിപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ,
Hallelujah. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അഭിവന്യ ചക്കാലക്കൽ പിതാവ് 4-ാമത്തെ പോയിന്റ് പഠിപ്പിക്കുകയാണ്. ചില പ്രാർത്ഥനകള് ദൈവം കേൾക്കുകയേ ഇല്ല. കാരണം സകലത്തിൻ്റെയും അധിപനായ ദൈവം, സർവചരാചരങ്ങളുടെ അധിപനായ ദൈവം, കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ദൈവം, ദൈവത്തിനറിയാം നിനക്ക് ഏതാണ് നന്മ, ഏതാണ് തിന്മ. അപ്പൊ നിന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളുടെ മേൽ, ദൈവമേ നിന്റെ പദ്ധതികൾ, നിന്റെ തിരുമനസ് എൻ്റെ മേൽ വെളിപ്പെട്ട് കിട്ടട്ടെ. അപ്പൊ ഈ വചനപ്രഘോഷണത്തിലൂടെ അച്ഛൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന, നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും, ദൈവം അത് കേട്ട് നമ്മളെ അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിപ്പോഴ് രോഗശാന്തി ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് സാധിക്കുന്നവർ ആദ്യം നമുക്കെല്ലാവർക്കും ഒരു ഗാനം ആലപിച്ച് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം നമുക്കൊരു ഡെലിവറൻസിൻ്റെ ഒരു വരും ദിവസങ്ങളിലൊക്കെ ഈ വചന ശുശ്രൂഷയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നവർ ഇതെല്ലാം നിങ്ങൾ പരിചയമുള്ളവരോടൊക്കെ പറയുക. അടുത്ത ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നാളത്തെ പ്രത്യേക ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ കുരുക്കുകൾ അഴിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. നമ്മുടെ മേലുള്ള കെട്ടുകൾ, ബാധകൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കുരുക്കുകൾ അഴിക്കുന്ന ശുശ്രൂഷയായിരിക്കും നാളത്തെ വചനപ്രഘോഷണവും ആ ശുശ്രൂഷയും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷെക്കേന മിനിസ്ട്രിയിലൂടെ ഇപ്പോൾ നടക്കുന്ന ഈ കൺവെൻഷനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരെയും, സാധിക്കുന്ന എല്ലാവരും തന്നെ ഫോണും വാട്സപ്പൊക്കെ ഉള്ളവർ ഒരു 10 പേരോടെങ്കിലും വിളിച്ചു പറയണം, ഇതാ നാളെ മുതലുള്ള ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഡെലിവറൻസിൻ്റെ ഒരു കൺവെൻഷനാണിത്, രോഗശാന്തിയുടെ ഒരു കൺവെൻഷനാണ്, സുവിശേഷത്തിൻ്റെ അഗ്നി നിങ്ങൾക്ക് ലഭിക്കുന്ന കൺവെൻഷനാണ്. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗങ്ങളും വ്യതകളും വ്യാധികളും ആകുലതകളും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുന്ന, ശാസിക്കുന്ന, ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയിലൂടെയാണ് ഈ വരും ദിവസങ്ങൾ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ഗാന ശുശ്രൂഷയിൽ പങ്കുചേരാൻ സാധിക്കുന്നവർ എഴുന്നേൽക്കുക, അല്ലാത്തവർ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടൊക്കെ, കിടപ്പ് രോഗികളൊക്കെ കിടന്നുകൊണ്ടൊക്കെ ഈ ഗാന ശുശ്രൂഷയിൽ ആദ്യം പങ്കുചേരുക. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. എല്ലാവരും ചേർന്ന് പാടിക്കുക മക്കളെ, നല്ല അഭിഷേകത്തോടെ പാടിക്കുക. എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണിത്. യേശുവേ ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹദാതനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന
സ്തുതി ആരാധന ആരാധന. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് ആരാധന ആരാധന. കണ്ണുകൾ അടയ്ക്കുമ്പോഴും ഈശോയെ കാണാൻ സാധിക്കും. ആരാധന ആരാധന. പരിശുദ്ധ കുർബാനയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക മക്കളെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. കർത്താവേ, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകം മുഴുവൻ നിന്നെ ആരാധിക്കാൻ ഇടവരട്ടെ കർത്താവേ. ലോകം മുഴുവൻ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ കർത്താവേ. മഹത്വത്തിൻ സാന്നിധ്യമായി ഈ ലോകം മുഴുവൻ മാറട്ടെ കർത്താവേ. യേശുവേ, ലോകം മുഴുവനിലേക്ക് നിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ കർത്താവേ. നിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ കർത്താവേ. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു, സത്യസ്വരൂപനെ അങ്ങേ ആരാധിക്കുന്നു, കർത്താദി കർത്തനെ ആരാധിക്കുന്നു, പാവനാത്മനെ അങ്ങേ ആരാധിക്കുന്നു, അത്ഭുത ശക്തിയെ അങ്ങേ ആരാധിക്കുന്നു, നന്മ സ്വരൂപനെ അങ്ങേ ആരാധിക്കുന്നു, ഉന്നത ശക്തിയെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മുൻപിലേക്ക് കണ്ടുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കണ്ടുകൊണ്ട് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. യേശു നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിപ്പോൾ വലിയൊരു രോഗശാന്തി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും ഏറ്റവും അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകം പേർക്ക് സൗഖ്യം ലഭിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ള, കണ്ണിന് സർജറി പറഞ്ഞിട്ടുള്ള, കണ്ണിൽ തിമിരം ബാധിച്ചിട്ടുള്ള അനേകം പേരെ കർത്താവ് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള മക്കളെല്ലാം ആ രണ്ട് കരങ്ങളൊന്ന് കണ്ണിൻ്റെ നേരെ തൊട്ടേ. ഈ ഷെക്കാന മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, കണ്ണിൻ്റെ മേലുള്ള രോഗങ്ങൾ, കണ്ണിൻ്റെ മേലുള്ള ഞരമ്പിൻ്റെ അസ്വസ്ഥതകൾ, കണ്ണിൽ വെള്ളം വരുന്ന അവസ്ഥ, കണ്ണിന് പീള വരുന്ന അവസ്ഥ, അവയെല്ലാം കർത്താവിന് സമർപ്പിച്ച് സാധിക്കുന്ന എല്ലാവരും കണ്ണുകളെ ഇങ്ങനെ തൊട്ടേ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അച്ഛനോട് ഏറ്റു പറഞ്ഞ കർത്താവായ ഈശോയെ, അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ടെലിവിഷൻ ചാനലിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ കണ്ണിന്റെ മേലുള്ള എല്ലാ കെട്ടുകളും ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. ഒരൊറ്റ വിളി വിളിച്ച ഈശോയെ, അത്ഭുത ശക്തി, അത്ഭുത ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, ഈശോ 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 ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടുകൾ അഴിയുന്നു, കണ്ണിന്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിയുന്നു.
കാഴ്ചയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയുന്നു. യേശുനാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, അത്ഭുത ശക്തി. In the name of Jesus, the name of Jesus, അത്ഭുത ശക്തി, power. യേശുനാമത്തിന്റെ ശക്തി കണ്ണിന്റെ മേലുള്ള കെട്ടുകൾ അഴിക്കുന്നു, കണ്ണിന്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ. നിന്റെ കണ്ണുകളെ കർത്താവായ യേശുവിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഇതാണ് നിന്റെ വിശ്വാസം. കർത്താവായ യേശുവിന്റെ നാമത്താൽ നിന്റെ കണ്ണുകള് ആശീർവദിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. അച്ഛന് കർത്താവ് തരുന്ന വലിയൊരു അഭിഷേകം എന്ന് പറയുന്നത് 110 പേരെ ഇപ്പോൾ തന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നുള്ള വലിയൊരു അഭിഷേകം ലഭിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നമുക്ക് തലവേദന, തലകറക്കം, തലയിലെ മരവിപ്പ് സാധിക്കുന്നവർ 2 കരങ്ങളൊന്ന് തലയിലേക്ക് വെച്ച് ഇങ്ങനെ തലയിലേക്ക് കരങ്ങൾ വെച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ആ തലവേദനകളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. പറഞ്ഞേ ആമേൻ. ആ തലകറക്കത്തെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ആ തലവേദനയെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. തലയിടലിലുള്ള ക്യാൻസറിനെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ട്യൂമറുകളെ കർത്താവ് സുഖപ്പെടുത്തട്ടെ. തലയിലെ മുഴകൾ കർത്താവ് ചുരുക്കി കളയട്ടെ. 2 കരങ്ങൾ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് അച്ഛന്റെ പൗരോഹിത്യത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോനെ വിളിച്ചൊന്ന് നിലവിളിച്ച് നമുക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയുടെ മേലുള്ള എല്ലാ കെട്ടുകളുടെ മേൽ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമം, കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, അത്ഭുത ശക്തി. നിന്റെ തലയുടെ മേലുള്ള നിന്റെ തലവേദന, തലകറക്കം, തലയിലെ മരവിപ്പ്, ഓർമ്മക്കുറവുകള്, ഉറക്കമില്ലായ്മകള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താ ഇപ്പോൾ തന്നെ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയുടെ മേലുള്ള ഒരു വ്യക്തിയുടെ മുഴ കർത്താവ് ഇപ്പോൾ ചുരുക്കി കളയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഇങ്ങനെ തലയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സൗഖ്യത്തിന്റെ ഒരു ഗാനം അങ്ങോട്ട് ആലപിച്ച് ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. നിലവിളിച്ച് തലവേദന, തലകറക്കം, തലയിലെ മരവിപ്പ്, ഓർമ്മക്കുറവ്, ട്യൂമർ എല്ലാം വിട്ടുമാറട്ടെ. ഈശോ തൊടട്ടെ, ഈശോ തൊടട്ടെ, ഈശോ സ്പർശിക്കട്ടെ. ഒരിക്കൽ കൂടെ നിലവിളിച്ച് എല്ലാവരും ചേർന്ന് പാടിക്കും മക്കൾ, എല്ലാവരും ചേർന്ന് പാടിക്കും. പ്രിയപ്പെട്ട മക്കളെ, 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം 19 ലക്ഷത്തോളം കോവിഡ് ബാധിതരായ മക്കൾ ലോകത്തുണ്ട്. അനേകം പേര് മരണത്തിന്റെ മുൻപിലാണ്. ആ ദുർമരണത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ പ്രവാസികളൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. മക്കളെ, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ സമയത്ത് തന്നെ ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ കർത്താവിന് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഈ ഷെക്കേന, ഈ ടെലിവിഷൻ ചാനലിലെ ഈ കൺവെൻഷനോട് ചേർന്ന് നിന്ന് നെഞ്ചു പൊട്ടി
ഈ കൊറോണ ബാധിതർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ കർത്താവായ ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. കർത്താവേ, ലോകം മുഴുവൻ നിന്റെ ആത്മാവിനെ അയക്കണമേ. ലോകം മുഴുവൻ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കോവിഡ് ബാധിതരായ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എല്ലാ പ്രവാസികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവേ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുത വിടുതൽ നടക്കട്ടെ. In the name of Jesus, the name of Jesus, the name of Jesus. അത്ഭുതം നടക്കട്ടെ. Power, യേശുനാമത്തിന്റെ ശക്തി. Power in the name of Jesus. യേശുനാമത്തിന്റെ ശക്തി. അത്ഭുതം നടക്കട്ടെ. ലോകം മുഴുവനുമുള്ള ഈ മാരകമായ മഹാമാരിയെ ബഹിഷ്കരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ നെഞ്ചില് കരങ്ങൾ ചേർത്ത് വെച്ച് ലോകം മുഴുവനുമുള്ള കൊറോണ ബാധിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ യേശുവേ തൊടണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞു പാടിക്കുക. മക്കളെ ചേർന്ന് പാടിക്കുക എല്ലാവരും. ലക്ഷക്കണക്കിന് ജനങ്ങളെ സുഖപ്പെടുത്തണേ കർത്താവേ. സൗഖ്യം നൽകണമേ. സാധിക്കുന്നവർ രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ നിലവിളിച്ച് പാടാമോ? ഒരിക്കൽ കൂടെ നിലവിളിച്ച് പാടിക്കേ. നിന്റെ ശക്തി ലോകത്തിന്റെ മേൽ ഈ തലമുറകളുടെ മേൽ ഈശോയെ എഴുന്നേറ്റ് വരണേ. ഈശോയെ ശക്തിപ്പെടുത്തണേ. ഈശോയെ യേശുവേ സൗഖ്യം നൽകണമേ. പറഞ്ഞേ ആമേൻ. ആമേൻ. പറഞ്ഞേ ആമേൻ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ വലിയൊരു അഭിഷേകം നൽകുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരെ സുഖപ്പെടുത്താൻ പോകുന്നു എന്നൊരു അഭിഷേകമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേര് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഹൃദയത്തിൽ ദോരങ്ങൾ സർജറി പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശുപത്രി പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ആ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ച പറഞ്ഞേ ആമേൻ. പറഞ്ഞ ആമേൻ. ആമേൻ. ഹൃദയ സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. ഹൃദയത്തിലെ ദോരങ്ങള് കർത്താവ് ഇപ്പോൾ അടച്ചു കളയട്ടെ. ആമേൻ. ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. വാൾവിന്റെ രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ആമേൻ. ഹൃദയത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ. ആമേൻ. അകാരണ ഭയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ആമേൻ. അകാരണ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ആമേൻ. ഹൃദയ സംബന്ധമായ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള ശക്തിയാൽ ഹൃദയ സംബന്ധമായ രോഗികൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തിയാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള എല്ലാ മക്കളുടെ ആ രോഗങ്ങളെ ഇപ്പോൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ആ രോഗപീഠകളെ ശാസിക്കുന്നു. ആ രോഗപീഠകളെ ബന്ധിക്കുന്നു. ആ രോഗതിന്മകളെ ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നന്ദി പാടി പ്രാർത്ഥിച്ചേ. യേശുവേ കണ്ണുനീരോടെ കണ്ണുനീരോടെ സ്വർഗത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിലവിളിച്ച് 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 ഹൃദയ സംബന്ധമായ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ സൗഖ്യം നൽകേ യേശുവേ 16 രോഗികളെ
ഇപ്പോൾ തന്നെ കർത്താവ് സുഖപ്പെടുത്തിയ പറഞ്ഞ ആമേൻ. ആമേൻ. ഈ നിമിഷം തന്നെ സൗഖ്യം കിട്ടുക. ആമേൻ. കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ് മക്കളെ. ആമേൻ. ഈശോയ്ക്ക് അതിന് സാധിക്കും മക്കളെ. ആമേൻ. ഈശോയ്ക്ക് അതിന് കഴിവുണ്ട് മക്കളെ. ആമേൻ. സ്വർഗത്തിന്റെയും ഭൂമിയുടെ ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് ഈശോ. ആമേൻ. ഹല്ലേലൂയ. 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 കർത്താവ് ഒരു പ്രേരണ നൽകുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ക്യാൻസർ ഉള്ള മക്കള്, വൻകുടലിലെ ക്യാൻസർ, ചെറുകുടലിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, അടിവയറ്റിൻ്റെ ഭാഗത്ത് ക്യാൻസർ, യൂട്രസിലെ ക്യാൻസർ, ഈ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് വലിയൊരു അഭിഷേകം നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ മുഴുവൻ കർത്താവിന് വിട്ടുകൊടുത്ത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അല്ലേ? പറഞ്ഞേ ആമേൻ. ആമേൻ. ഈശോയ്ക്ക് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? ആമേൻ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? നിന്റെ ഈശോയ്ക്ക് എല്ലാ ക്യാൻസർ രോഗത്തെയും എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? പറഞ്ഞേ ആമേൻ. പറഞ്ഞേ ആമേൻ. ഉദര സംബന്ധമായ രോഗികൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കട്ടെ. ക്യാൻസർ രോഗം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യൂട്രസിന്റെ മേലുള്ള ക്യാൻസർ രോഗങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. വൻകുടലിന്റെ മേലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ക്യാൻസർ രോഗങ്ങൾ ചുരുങ്ങിപ്പോകട്ടെ. വയറ്റിലെ മുഴകള് ചുരുങ്ങിപ്പോകട്ടെ. ഈശോ എടുത്തു മാറ്റട്ടെ. അത്ഭുതം നടക്കട്ടെ. ഈശോയെ. പറഞ്ഞേ ഈശോയെ. പറഞ്ഞേ ഈശോയെ. വിളിച്ചേ ഈശോയെ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തണമേ. എന്റെ യേശുവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ ശരീരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളെ, രോഗാണുക്കളെ, രോഗപീഠകളെ യേശുവേ നിന്റെ നാമത്താൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായി വിട്ടുമാറട്ടെ. വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അടയാളങ്ങൾ നടക്കട്ടെ. ബന്ധനം അഴിയട്ടെ. ബന്ധനം അഴിയട്ടെ. ക്യാൻസറിന്റെ ബന്ധനങ്ങള് അഴിഞ്ഞു പോകട്ടെ. എല്ലിന്റെ ക്യാൻസർ വിട്ടുമാറട്ടെ. ലങ്സിന്റെ ക്യാൻസർ വിട്ടുമാറട്ടെ. ബന്ധനം അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ബന്ധനം അഴിയട്ടെ. ഈശോയെ. ഈശോയെ. നിന്റെ നാമത്താൽ രോഗാണുക്കള് വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് രോഗാണുക്കളെ, രോഗപീഠകളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളോട് കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ വിട്ടുപോകാൻ ആജ്ഞാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. ആമാശയ രോഗങ്ങൾ മാറട്ടെ. വയറ്റിലെ ക്യാൻസർ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്താലേ ഞാൻ തളർന്നിടുമ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് കർത്താവിനോട് നിലവിളിച്ച് എൻ രോഗശയ്യയിൽ ഈശോയുണ്ട്. രോഗത്താലേ ഞാൻ തളർന്നിടുമ്പോൾ ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് മക്കളെ. എൻ രോഗശയ്യയിൽ ഈശോയുണ്ട്. ഗർഭപാത്രത്തിൽ അസ്വസ്ഥതയുള്ള 70 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. പീഡിതനായി ഞാൻ കേഴും നേരം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് മക്കളെ, പീഡിതനായവൻ ചാരയുണ്ട്. പീഡിതനായി ഞാൻ എല്ലാ മക്കളുടെ മേൽ ഈശോ ഇറങ്ങി വരുന്നു. കേഴും നേരം എല്ലാ ക്യാൻസർ രോഗികളെയും ഇപ്പോൾ കർത്താവ് തൊടുന്നു. പീഡിതനായവൻ ചാരയുണ്ട്. യേശുവേ
നിന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വീടുകളിൽ ഇപ്പൊ ക്യാൻസർ രോഗികള് യേശുനാമത്തിന്റെ അധികാരം ഉള്ള ശക്തി ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്ന് എല്ലാ ക്യാൻസർ രോഗികള് ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ. The name of Jesus, the name of Jesus, the name of Jesus. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord, Praise the Lord. praise the Lord, Praise the Lord. praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോഴ് ചെറിയൊരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മറ്റു രോഗങ്ങൾ വരും ദിവസങ്ങളൊക്കെ മറ്റു രോഗങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് നിരാശ, മാനസിക രോഗങ്ങൾ, മാനസിക പീഡകൾ, കൂടോത്രത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും അവരുടെ പറമ്പുകളൊക്കെ കൃഷിക്കൊക്കെ വേണ്ടി അവർ ഭൂമി ഇതാക്കുമ്പോൾ പല ഭവനങ്ങളിൽ നിന്നും കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങളുടെ തകിടുകൾ ഇതൊക്കെ ലഭിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഒരു 15 കുടുംബങ്ങളെങ്കിലും അവരുടെ വീടുകളിൽ ലഭിച്ച തകിടും മൊന്തയും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അവർ അങ്ങനെയുള്ള ഭയത്തിൽ കഴിയുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ ആ മേഖലകൾ, കുടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ശാപങ്ങൾ, അസൂയകൾ, നെഗറ്റീവ് എനർജികൾ, കലഹങ്ങൾ, തൊഴിലില്ലായ്മകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, കടബാധ്യതകൾ, ഈ മേഖലകളിലുള്ള തിന്മകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ. അതിനോടൊപ്പം പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്നാണ് സകലത്തിന്റെയും അതിനാഥനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ ശാപക്കെട്ടുകളെയും കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള്, കണ്ണുവെക്കലുകള്, ജോലിയില്ലാത്ത അവസ്ഥകള്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള്, തൊഴിൽ തടസ്സങ്ങള്, ഭവനമില്ലാത്ത അവസ്ഥകള്, ഈശോയെ വിളി വിളിച്ച ഈശോയെ, Scaturisce dal cuore di Gesù, come sorgente della misericordia per noi. Io confido in te, Gesù. കർത്താവേ, നിന്റെ തിരുരക്തത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിന്റെ മുറിവിൽ നിന്നുള്ള തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ പറമ്പിന്റെ 4 അതിരുകള്, ഞങ്ങളുടെ വീട് ഒക്കെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരുന്ന ഈശോനെ വിളിച്ചുകൊണ്ടിരുന്ന സ്പിരിറ്റ് സാന്റോ സന്റീസിമ ട്രിനിറ്റാ വെർജിനി മൊക്കലാത്ത അഞ്ജലി അർക്കാഞ്ജലി e santi del paradiso, scendete su di questo popolo, fondici Signore, plasmaci Signore, riempici Signore, usaci Signore. നമ്മളെല്ലാ തിന്മകളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തിന്മകളെ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാച്ച വിയത ലോറോ ല ഫോർസ del male, എല്ലാ തിന്മകളും ഇപ്പോൾ വിട്ടുമാറട്ടെ. കാച്ച വിയത നോയ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളെ, ശാപങ്ങളെ, രോഗാണുക്കളെ, രോഗപീഠകളെ, അസ്വസ്ഥതകളെ യേശുനാമത്തിന്റെ ശക്തിയാ ഇപ്പോൾ തന്നെ ബഹിഷ്കരിക്കണമേ. ഇപ്പോൾ തന്നെ അവയെ ബന്ധിക്കണമേ. ഇപ്പോൾ തന്നെ അവയെ പുറത്താക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ആ തിന്മകളെ മുഴുവൻ കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അച്ഛൻ ഇപ്പോൾ കത്തിച്ചു കളയാൻ പോവുകയാണ്. Brucia tutti questi mali nell'inferno, perché non abbiano mai più toccare voi e nessun'altra creatura del mondo. E ordino e comando con la forza di Dio onnipotente. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭയോട് ചേർന്ന്, അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന്, ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ the name of my priesthood, I rebuke, I command you, every spirit of evil to depart from you. യേശു നാമത്തിന്റെ അധികാരത്താൽ എല്ലാ തിന്മകള്, എല്ലാ ശാപങ്ങള്, എല്ലാ രോഗപീഠകള്, എല്ലാ തടസ്സങ്ങള് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. പറഞ്ഞേ ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നല്ല എല്ലാവരും കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ.
എല്ലാവരും ഈശോയ്ക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തി ഈശോയുടെ നമുക്കൊന്ന് ഒരു ഡെലിവറൻസിന്റെ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനായ ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് Power, 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 glory, glory, glory. ഈശോ ഈശോ ഈശോ, അത്ഭുത ശക്തി ഈശോ, അത്ഭുത പവർ ഈശോ. ഒത്തിരി സന്തോഷത്തോടെ മക്കളെ ഈ ഒരു അഭിഷേകത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമുക്ക്. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. വലിയ അഭിഷേകം തരണേ കർത്താവേ, പുതിയ അഭിഷേകം തരണേ കർത്താവേ, പുതിയ ശക്തി തരണമേ കർത്താവേ. ഈ നാളെ നടക്കാൻ പോകുന്ന കൺവെൻഷനെ അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. കർത്താവ് വരും ദിവസങ്ങളിലെ കൺവെൻഷനെ അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് നാളെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ മേലുള്ള എല്ലാ കുരുക്കുകള്, എല്ലാ കെട്ടുകൾ അഴിക്കാനുള്ള വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയ്ക്ക് നൽകണമേ കർത്താവേ. അനേകായിരങ്ങളെ കർത്താവേ ഈ കൺവെൻഷന് കേൾക്കാനായിട്ട് ഇടവരുത്തണമേ കർത്താവേ. അനേകായിരങ്ങളെ ഈ കൺവെൻഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തണമേ കർത്താവേ. ഷെക്കന മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മിനിസ്ട്രിയെ കർത്താവേ എടുത്ത് ഉയർത്തണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയ തീർത്തിടുമേ. ബാധകളൊന്നും മേൽക്കയില്ല, യേശുനാഥന്റെ തണലിലെങ്കിൽ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ വരുമ്പോഴെല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിച്ച് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ കുരുക്കുകൾ അഴിക്കുന്ന ശുശ്രൂഷയാണ് നാളെ. അപ്പം നിങ്ങളെല്ലാവരും അച്ഛന് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ കർത്താവെ അച്ഛനെ ശക്തിപ്പെടുത്തണമേ, കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണമേ, വരും ദിവസങ്ങളിലുള്ള കൺവെൻഷനെ കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ്